മല്ലു ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് UK ഗവൺമെന്റ് Tier 2 വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ അടിപൊളി നിയമത്തെ കുറിച്ച് പറയാനാണ്. അതായത് ഫെബ്രുവരി 27 UK ഗവൺമെന്റ് ഇറക്കിയ ഒരു പുതിയ നിയമമാണ് Tier 2 വിസയിലുള്ള ആൾക്കാർക്ക് വേറൊരു എംപ്ലോയർക്ക് വേണ്ടി അവരെ സ്പോൺസർ ചെയ്ത എംപ്ലോയർ അല്ലാതെ മറ്റൊരു എംപ്ലോയർക്ക് വേണ്ടി അവർ ചെയ്യുന്ന പ്രൊഫഷനിൽ അൺലിമിറ്റഡ് അവേഴ്സ് വർക്ക് ചെയ്യാം എന്നുള്ളൊരു നിയമം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യുന്നു. ആ കെയർ ഹോമിലെ സ്പോൺസർഷിപ്പിൽ നാട്ടിൽ നിന്ന് വന്നു, അല്ലെ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നതിന് ശേഷം കെയർ ഹോമിന്റെ സ്പോൺസർഷിപ്പിൽ വർക്ക് വിസ എടുത്ത ആൾക്കാർക്ക് അവർക്ക് ആ കെയർ ഹോമിലെ ആവശ്യത്തിന് അവേഴ്സ് കിട്ടുന്നില്ല. അവർക്ക് ഒത്തിരി സമയം വെറുതെ പോകാനും വേറൊരിടത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വേറൊരിടത്ത് കൂടി വർക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ ഫിനാൻഷ്യലി ഇച്ചിരി ഒരു സെറ്റപ്പ് ആകാം എന്നൊരു ചിന്തയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു നിയമമാണിത്. നേരത്തെ എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫെബ്രുവരി 27 മുമ്പ് 26 വരെ നമ്മുടെ എംപ്ലോയർ നമ്മുടെ സ്പോൺസറുടെ അടുത്ത് വർക്ക് ചെയ്യുന്ന അല്ലാതെ നമുക്ക് മറ്റൊരു എംപ്ലോയർക്ക് വേണ്ടി നമ്മുടെ എംപ്ലോയറുടെ പെർമിഷനോട് കൂടി മറ്റൊരു സ്ഥലത്ത് അതേ പ്രൊഫഷനിൽ നമുക്ക് 20 മണിക്കൂർ ആഴ്ച ജോലി ചെയ്യായിരുന്നു. അതായിരുന്നു നിയമം. ഫെബ്രുവരി 27 തൊട്ട് ഓഗസ്റ്റ് 27 വരെ 6 മാസത്തേക്ക് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അൺലിമിറ്റഡ് അവേഴ്സ് വർക്ക് ചെയ്യാം. നിങ്ങളുടെ എംപ്ലോയർ അതായത് നിങ്ങളെ സ്പോൺസർ ചെയ്തിരിക്കുന്ന എംപ്ലോയറുടെ പെർമിഷനോട് കൂടി നിങ്ങൾക്ക് അതേ പ്രൊഫഷനിൽ എത്ര മണിക്കൂർ വേണം അൺലിമിറ്റഡ് അവേഴ്സ് വർക്ക് ചെയ്യാം എന്നൊരു പുതിയ നിയമം വന്നിരിക്കുന്നു. ഇവിടെ Tier 2 വിസയിലുള്ള ആൾക്കാരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നിയമമാണിത്. അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല, കുറച്ചു പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ Tier 2 വിസയിലുള്ള ആൾക്കാര് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായതുകൊണ്ട് ജസ്റ്റ് ഈറ്റ്, ഊബറോ ഡെലിവറോ അതുപോലുള്ള ഫുഡ് ഡെലിവറി ജോബുകൾക്ക് പോകുന്ന ആൾക്കാരെ, ക്യാഷ് ഇൻ ഹാൻഡ് ജോലിക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് UK കാണാൻ പറ്റുന്നതാണ്. Tier 2 വിസയിൽ വന്നിട്ട് ഇങ്ങനത്തെ ജോലികൾക്ക് പോയിട്ട് ഫുഡ് ഡെലിവറിക്ക് പോയിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ അറസ്റ്റ് ചെയ്ത ഒരാളെ നമുക്ക് കാണാനും അതുവഴി അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാനും പറ്റിയാണ്. ഇങ്ങനത്തെ ജോലികൾക്ക് പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ പിടിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മുടെ വിസ ക്യാൻസൽ ചെയ്ത് നമ്മളെ തിരിച്ചയക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ തിരിച്ചയച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ PR അപ്ലൈ ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ അത് നമ്മളെ തീർച്ചയായിട്ടും ബാധിക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് ഇപ്പൊ ഈ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന അതായത് അൺലിമിറ്റഡ് അവേഴ്സ് നമ്മുടെ സ്പോൺസർ അടുത്തല്ലാതെ മറ്റൊരു എംപ്ലോയറുടെ അടുത്ത് നമ്മുടെ സ്പോൺസറുടെ പെർമിഷനോട് കൂടി ജോലി ചെയ്യാമെന്നുള്ള ഈ നിയമം NHSന്റെ Tier 2 വിസയിൽ വന്ന് നേഴ്സുമാരായി ജോലി ചെയ്യുന്ന ആൾക്കാരെ ഇപ്പൊ 20 മണിക്കൂർ അവരുടെ NHS ഡ്യൂട്ടി കഴിഞ്ഞ് 20 മണിക്കൂർ ഏജൻസി സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു, ഏജൻസി നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഓഗസ്റ്റ് 27 വരെ ഏജൻസി അൺലിമിറ്റഡ് അവേഴ്സ് ഏജൻസി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അത് കൂടാതെ ഡൊമിസിലറി കെയർ അല്ലെങ്കിൽ ഹോം കെയർ വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കെയർ ഹോമിന്റെ വർക്ക് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് NHSലെ കെയർ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് അൺലിമിറ്റഡ് അവേഴ്സ് വർക്ക് ചെയ്യാം. അപ്പൊ NHSന്റെ വർക്ക് പാറ്റേണും NHSലെ ഒരു എക്സ്പീരിയൻസും കൂടി കിട്ടുകയാണ് ഫ്യൂച്ചറിലേക്ക്. ഇപ്പം കെയർ ഹോമിൽ വരുന്ന ആൾക്കാരാണെങ്കിലും ഡൊമിസിലറി കെയർ വരുന്ന ആൾക്കാരാണെങ്കിലും നാട്ടിലെ നേഴ്സിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ NHSലെ നേഴ്സായിട്ട് രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ള അവരുടെയൊക്കെ ഒരു ഡ്രീമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് എടുക്കാനുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് എത്തിക്കണം. അധികം ആൾക്കാരും അറിഞ്ഞിട്ടില്ല അവർക്ക് അൺലിമിറ്റഡ് അവേഴ്സ് ജോലി ചെയ്യാന്നുള്ളത്. നിങ്ങൾ ലീഗലി സേഫ് ആണ് നിങ്ങളുടെ എംപ്ലോയർ പെർമിഷൻ എടുത്ത്. അപ്പൊ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ടേക്ക് കെയർ. ബൈ.